ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു AI ടൂൾ, ഗ്രോക്കോ അല്ലെങ്കിൽ ChatGPT ഏതെങ്കിലും ഒന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കട്ട് വഴി നിങ്ങളുടെ ഐഫോണിൻ്റെ കൺട്രോൾ സെൻറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ടു ആക്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ഗൈസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് കട്ട് ആപ്പിൽ പോവുക. ഷോർട്ട് കട്ട് ആപ്പിൽ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആക്ഷനിൽ പോയിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗ്രോക്കാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് ChatGPT ആണെങ്കിൽ അത് അടിക്കുക. എൻ്റെ കയ്യിലുള്ളത് ഗ്രോക്ക് ആയതുകൊണ്ട് ഞാൻ ഗ്രോക്ക് അടിച്ചു. ഗ്രോക്ക് പ്രസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആസ്ക് ഗ്രോക്ക് എന്ന് കൊടുക്കുക. ഇനി നിങ്ങളൊരു ChatGPT ആണെങ്കിൽ ആസ്ക് ChatGPT എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മെസ്സേജ് എന്നുള്ള ഇത് ഫോം ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു റീനെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ആസ്ക് ഗ്രോക്ക് എന്നുള്ളത് എന്താക്കി, ഗ്രൂക്ക് എന്നുള്ളത് മാത്രമാക്കി. ഓക്കെ, ഗ്രൂക്ക് എന്നുള്ളത് മാത്രമാക്കി. സൈന് ആ ഒരു സൈൻ തന്നെ ആയിക്കോട്ടെ. ദെൻ അതിന് ശേഷം ഞാൻ ഈ ഷോർട്ട് കട്ട് സേവ് ചെയ്തു. ഇവിടെ ഈ ഷോർട്ട് കട്ട് സേവ് ചെയ്തണ്ട. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺട്രോൾ സെൻറ്റർ എടുത്തു. ഓക്കെ, കൺട്രോൾ സെൻറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്തു. അപ്പോൾ കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു, ആഡ് കൺട്രോൾ. ഈ ആഡ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് ഷോർട്ട് കട്ട് കാണാൻ പറ്റും. ഓക്കെ, വേണ്ട ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ടിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഷോർട്ട് കട്ട് എന്നുള്ളത് പ്രസ് ചെയ്തു. ഷോർട്ട് കട്ട് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചൂസ് എടുത്തു. ചൂസിൽ നമുക്ക് ഏതൊക്കെ ഷോർട്ട് കട്ടും ചോദിക്കുന്നത്, ഞാൻ ഇവിടെ ഗ്രൂപ്പ് എന്നുള്ള ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് ഷോർട്ട് കട്ട് എടുത്തു. അത് ChatGPT ആണെങ്കിൽ ആളുകൾ കൊടുത്ത പേര് എന്താണോ അത് പ്രസ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഷോർട്ട് കട്ട് ഇവിടെ കാണാൻ പറ്റും. കൺട്രോൾ സെൻറ്ററിൽ ഗ്രൂപ്പ് എന്ന് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കൺട്രോൾ സെൻറ്റർ എടുത്തിട്ട് ഈ ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഞാനിപ്പോൾ UAE ഇൻ എന്താ പറയുക മലയാളം, UAE മലയാളത്തിൽ എന്നുള്ള രീതിയിൽ അടിച്ചെടുത്താൽ അതിൽ റിസൾട്ട് ഇവിടെ എന്ത് ചെയ്യും, ഷോ ചെയ്ത് തരും. കണ്ടോ? ഓക്കെ, UAE മലയാളത്തിൽ എഴുതി തന്നു. ഓക്കെ, UAE മലയാളം എന്ന് വെച്ചപ്പോൾ ഇതേപോലെ എനിക്ക് എന്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേറെ എന്തെങ്കിലും, ഇപ്പോൾ മാൻ എന്ന് മാത്രം അടിച്ചാൽ അത് ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും, എന്താണ് മാൻ. അപ്പോൾ അതാ മാൻ എന്ന് പറഞ്ഞ വേർഡ് എന്താണ്, മനുഷ്യനാണ്, അതെങ്ങനെ പ്രൊണൗൺസ് എല്ലാം കിട്ടും. സോ എന്ത് വിവരമാണെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ടു സെർച്ച് ചെയ്യാൻ പറ്റും കൺട്രോൾ സെൻറ്ററിൽ. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കും. ഇതുപോലത്തെ ചെറിയ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.